അതുകൊണ്ട് ഈ ഒരു തോരൻ മാത്രം മതി. ഒരു മോരും ഒരു അച്ചാറും ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് ചോറൊക്കെ തിന്നാനായിട്ട് നമ്മൾ പുഴുങ്ങി ഇറുത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര രുചി കിട്ടത്തില്ല. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഇന്ന് നമുക്ക് കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് തോരൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല, ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. നമ്മുടെ കക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചേരുവകളെല്ലാം ചേർന്ന് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഉപ്പും നമ്മുടെ മസാല കൂട്ടും കക്കായും നമ്മുടെ തേങ്ങ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മസാല കൂട്ടെല്ലാം കൂടി റെഡിയാക്കി ഇതാണ്ട് ഈ രീതിയിൽ നമ്മൾ കുഴച്ച് തയ്യാറാക്കി വെക്കും. നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. അതിന് കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്, അടി കട്ടിയുള്ളത്. കാരണം നല്ലോണമൊക്കെ ഇളക്കി ചുക്കിയൊക്കെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇരുമ്പ് കട്ടിയായാലും കുഴപ്പമില്ല. ഇത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക്. നമ്മുടെ കടുക് പൊട്ടി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 5 വെളുത്തുള്ളി ചതച്ചത്, ഒരു 7 ചെറിയ ഉള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് വാട്ടി എടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറി നമ്മൾ കറി വെക്കുന്നതൊക്കെ ഒരുപാട് മൂപ്പിക്കണ്ട, ഈ ഒരു പരുവം മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കക്കയുടെയും മസാലയും തേങ്ങ എല്ലാം കൂടി വെച്ചിരുന്നതില്ലേ, അപ്പോൾ അത് ഈ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇപ്പം നല്ലോണം എല്ലാമായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാണ് ഇതിൻ്റെ രീതികളെന്ന് പറയുന്നത്. പിന്നെ കക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതായത് പൂവൻ കക്ക, ആറ്റിലെ കക്ക, ഞോളക്കക്ക. ഇത് നമുക്ക് ഈ കക്ക എന്ന് പറഞ്ഞാൽ അഷ്ടമുടി കായലിൽ നിന്ന് കിട്ടിയതാണ്, ഒറിജിനൽ കക്ക. ഇത് നല്ല രുചിയാണ്. പിന്നെ നമ്മൾ ഈ ചേരുവകളൊക്കെ എന്ന് പറഞ്ഞാൽ കക്ക കഴുകി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട. ആ കക്കയുടെ വെള്ളം കൊണ്ട് തന്നെ വെന്ത് തയ്യാറാണ്. അതുകൊണ്ട് കക്ക നല്ലോണം ചൂടായി വന്നു. അപ്പം ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ വെച്ച് നല്ലോണം ഇതാക്കി വെള്ളമെല്ലാം പറ്റിച്ച് എടുക്കണം. നമ്മൾ അല്പം നേരം ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കാരണം ചെവിട് കട്ടിയുള്ള പാത്രം എടുത്തെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ ഇളക്കി തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ചെറിയ കട്ടിക്കുറവാണെങ്കിൽ അടിയിലൊക്കെ പിടിച്ചൊന്ന് ആവശ്യമായി പോകും. അപ്പോൾ ഇത് അടച്ചു മൂടി വേവേണ്ട കാര്യമില്ല. ഏകദേശം നമ്മുടെ കക്കാത്തോരൻ റെഡിയായി വരികയാണ്. അതിൻ്റെ കൂടെ അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ലൊരു മണം കിട്ടും നമുക്ക്. ഗരം മസാല നമ്മൾ ലാസ്റ്റ് ചേർന്ന് പറഞ്ഞാൽ അതിൻ്റെ മണം നിൽക്കാൻ വേണ്ടി. ആദ്യമേ അരപ്പിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ കക്കാത്തോരൻ റെഡിയായി. കണ്ട, നല്ലവണ്ണം വൃത്തിയായി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുകൊണ്ട് ഈ ഒരു തോരൻ മാത്രം മതി. നമുക്ക് ചോറോ ചപ്പാത്തിയോ എന്തിൻ്റെയും കൂടി കഴിക്കാം. ഒരു മോരും ഒരു അച്ചാറും ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് ചോറൊക്കെ തിന്നാനായിട്ട് നമ്മൾ അറിയത്തില്ല തിന്നു ചെയ്യുന്നത്. എൻ്റെ അടിപൊളി തോരനാണ്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഒക്കെ പരാതികളുണ്ട് ഒരുപാട്. വെച്ചതിന് ശേഷം ഒറ്റയ്ക്ക് കഴിച്ച് ഒറ്റയ്ക്ക് ടേസ്റ്റൊക്കെ പറയുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടാം. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ലൈവ് കക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ തേങ്ങയും അതിൻ്റെ മസാല കൂട്ടുമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന വിഭവമാണ്. അപ്പോൾ എല്ലാവരുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ്. പിന്നെ നമ്മളിത് തയ്യാറാക്കുമ്പോൾ അവിടുന്ന് മാറാൻ പറ്റത്തില്ല, അടുപ്പിൻ്റെ അടുത്ത് നിന്ന്. പക്ഷെ അത് കഴിക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ബായ്.